ഓപ്പറേഷൻ തുഫാൻ ഒരു കൊടുങ്കാറ്റ് പോലെ കേരളത്തിൽ ആഞ്ഞടിക്കുകയാണ്. ഇന്നലെ ഏറ്റവും വലിയൊരു ക്യാച്ച് ഉണ്ടായി. ഏതാണ്ട് 18 കോടി രൂപ വില വരുന്ന ഹൈബ്രിഡ് ഗഞ്ച ഇന്നലെ പോലീസ് പിടികൂടുകയുണ്ടായി. ഈ ചെയ്തയാള് പെരുമ്പാവൂർ ACP താമസിക്കുന്ന ഫ്ളാറ്റിനടുത്താണ് താമസം. ആ ഫ്ളാറ്റിന് നിരയിലാണ്, ഒരു ഫ്ളാറ്റിനാണ് താമസം. അപ്പൊ എത്ര കുശാഗ്ര ബുദ്ധിയോടുകൂടിയാണ് ഇവർ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം. അതുപോലെ കാസർഗോഡ് ഒരു ഫാക്ടറിയിൽ നിന്ന് മിഠായി നിർമ്മിക്കുന്നു, വലിയ തോതിലാണ് നിർമ്മിക്കുന്നത്. കർണാടകത്തിൽ നിന്നുള്ള സഹായത്തോടു കൂടി കുട്ടികൾക്ക് കൊടുക്കാനുള്ള വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ മുട്ടായി ലഹരി നിറച്ച മുട്ടായി വിതരണം ചെയ്യുകയാണ്. വൻതോതിലുള്ള ആ ശേഖരം ഇന്നലെ പിടിക്കുകയുണ്ടായി. അത് നിർമ്മിക്കുന്നത് അവിടെയാണ്. ആ നിർമ്മാണ ഫാക്ടറിയാണ് ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്ത് അതിലുള്ള ആളുകളെ അറസ്റ്റ് ചെയ്ത് പിടിച്ചെടുത്തത്. അപ്പൊ ഇന്ന് കേരളം മുഴുവൻ എല്ലാ സ്കൂളുകളിലും ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുകയാണ്. ഓപ്പറേഷൻ തുഫാന്റെ രണ്ടാം ഘട്ടം ഇന്ന് എല്ലാ വിദ്യാലയങ്ങളിലും ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയും ഞാനും കൂടി ചേർന്ന് ഇട്ട പരിപാടി അനുസരിച്ച് ഓപ്പറേഷൻ തുഫാന്റെ രണ്ടാം ഘട്ടം എല്ലാ സ്കൂളുകളിലും എല്ലാ വിദ്യാലയങ്ങളിലും ഇന്ന് വിദ്യാർത്ഥികൾ പ്രതിജ്ഞ എടുക്കുകയും മയക്കുമരുന്നിനെതിരെയുള്ള വലിയൊരു പോരാട്ടത്തിൽ പങ്കാളിയാവുകയും ചെയ്യുകയാണ്. ഇത് എല്ലാവരും ഇതിൽ പങ്കാളികളാകണം. കാരണം ഇത് നമ്മുടെ നാടിനെ തകർക്കുന്ന ഒന്നാണ്. അതിനെതിരായിട്ടുള്ള ഈ പോരാട്ടത്തിൽ മുഴുവൻ ആളുകളും പങ്കാളികളാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇതിന്റെ ആദ്യത്തെ തുഫാൻ വാരിയർ ശ്രീ മോഹൻലാലാണ്. ഇന്ന് കേരളം മുഴുവൻ എല്ലാവരും തുഫാൻ വാരിയേഴ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂൾ വിദ്യാർത്ഥികൾ, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ, NCC എല്ലാവരും ഈ തുഫാൻ വാരിയേഴ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പത്രപ്രവർത്തകരും തുഫാൻ വാരിയേഴ്സായി മാറണം എന്നാണ്